Hi friends, Black Hat Tech YouTube channel. Last സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ആഷിഖാന്റെ സ്ഥലം മാറ്റുപുഴ. ഞാൻ ആദ്യമായാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുന്നത്. എല്ലാ സുഹൃത്തുക്കളും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മിന്നിച്ചേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിൽ പലരും സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടറിൻ്റെ സ്പെക്കും കാര്യങ്ങളും പോരാ, അതിൻ്റെ പെർഫോമൻസ് പോരാ, ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാം, എങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കമ്പ്യൂട്ടർ, അത് നല്ല സ്പെക്കോടുകൂടി ബെസ്റ്റ് കമ്പ്യൂട്ടർ എവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു പൂർണ്ണ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാം. ഇനി ഞാൻ കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുന്നതിനെ കുറിച്ച് പറയാം. ഞാൻ പല ഷോപ്പുകളിൽ കയറി ഇറങ്ങി ഒരുപാട് ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സുകൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ അടുത്ത് കയറി ഇപ്പോൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലുള്ള ഓക്സിജൻ ഷോപ്പ് അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എനിക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ ബെസ്റ്റ് കമ്പ്യൂട്ടർ എങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു സ്പെക്കും കാര്യങ്ങളോടും കൂടിയ കുറച്ച് വർഷത്തേക്ക് അതിനെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള രീതിയിലുള്ള നല്ലൊരു കമ്പ്യൂട്ടർ എവിടെ നിന്ന് വാങ്ങാം എന്ന രീതിയിൽ ആലോചിച്ചു. അതിനായിട്ട് കുറേ പരിശ്രമിച്ചു, കുറേ ആഴ്ചകളോളം കുറേ ദിവസങ്ങളോളം അതിൻ്റെ പുറത്ത് നടന്നു. അപ്പോൾ അങ്ങനെ അവസാനം യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു ഷോപ്പ് കിട്ടി. അപ്പോൾ ആ ഷോപ്പ് തിരുവനന്തപുരം കരമന ജംഗ്ഷനുള്ള GeeKBoZ എന്ന ഷോപ്പാണ്. അത് NVIDIA സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ടെക് ഷോപ്പാണ്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്തു. ഇനി അവരെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഈ വീഡിയോ കാണാം. ഇവരാണ് GeeKBoZ ടീം. ഞാൻ ഇവരെ ആദ്യമായി കോൺടാക്ട് ചെയ്ത് ഒരു നമ്പർ എനിക്ക് കിട്ടി. അങ്ങനെ അവർക്ക് വാട്സപ്പ് ചെയ്തു. ഫോൺ വിളിച്ചപ്പോൾ ആദ്യം കിട്ടില്ല, അത് ബിസിയായിരുന്നു. അപ്പോൾ അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നാണ് ആ കാര്യം ചോദിക്കണം. ആദ്യമായി നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പറയുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ എന്ത് പർപ്പസിന് വേണ്ടിയാണ് കമ്പ്യൂട്ടർ, വീഡിയോ എഡിറ്റിങ്ങിനാണോ, ഗെയിമിങ്ങിനാണോ, എഡ്യൂക്കേഷൻ പർപ്പസിനാണോ, നിങ്ങളുടെ ബഡ്ജറ്റ് പറയുക, നിങ്ങളുടെ എന്താണ് പർപ്പസ്, ആ പർപ്പസും പറയുക. അപ്പോൾ അതിൽ ഉൾക്കൊണ്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ പർപ്പസ് പറഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പെക്കുകളും കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ അവർ അയച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് പ്രൊസസ്സർ ഇത് മതി, എനിക്ക് മദർ ബോർഡ് ഇത് മതി, അല്ലെങ്കിൽ എൻ്റെ റാം ഇത്ര GB എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് 1 TB അല്ലെങ്കിൽ 2 TB ഹാർഡ് ഡിസ്ക് വേണം, ഗ്രാഫിക്സ് കാർഡ് നല്ല ക്വാളിറ്റി ഗ്രാഫിക്സ് കാർഡായിരിക്കണം എന്ന് നമ്മുടെ മനസ്സിന് തൃപ്തികരമായ രീതിയിൽ ഓരോന്നും തിരഞ്ഞെടുക്കാം. ഇനി നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ബിൽഡ് ആരംഭിക്കുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ വൈകുന്നേരം എനിക്ക് അവരുടെ പാർസൽ അയച്ചു. ഇന്ന് വൈകുന്നേരം സാധനം കിട്ടി. അത്രയ്ക്കും സ്പീഡാണ്. കൊറിയറാണ്, DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. കേരളത്തിൽ എവിടെയായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനുള്ളിൽ സാധനം കൈക്കിട്ടിരിക്കും. ഇനി അവരുടെ സർവീസിനെ കുറിച്ച് പറയാം. PC നമ്മൾ ഓർഡർ ചെയ്ത PC നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണാം GeeKBoZ നമ്മുടെ ലോഗോണ്, ഒരു ഗ്രീൻ കളർ ലോഗോ. ആ ലോഗോ അതിനകത്ത് ഉള്ളോടത്തോളം കാലം ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് കടയിൽ നിന്നോ ഷോപ്പിൽ നിന്നോ മേടിക്കുകയാണെങ്കിൽ 1 വർഷം, കൂടിപ്പോയി 2 വർഷം അതിന് ഗ്യാരണ്ടി ഉണ്ടാവും. ഇതങ്ങനെയല്ല. 1 വർഷമല്ല, 2 വർഷമല്ല, 5 വർഷമല്ല, എത്ര വർഷം ആയിക്കോട്ടെ, ലൈഫ് ലോങ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ലൈഫ് ലോങ് ആണ് അവരുടെ സർവീസ്. അപ്പോൾ അവരുടെ ലോഗോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് അവരുടെ സർവീസ് ഫ്രീ ആയിട്ട് കിട്ടും.
നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് മാറ്റാണെങ്കിൽ ആ പാർട്സിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി, അവർ ഫ്രീ ആയിട്ട് വെച്ച് തരും. പിന്നെ കൊറിയർ സർവീസ് ചാർജ് ഫ്രീ ആണ്. പിന്നെ യൂട്യൂബേഴ്സിൽ പലരും അൺബോക്സിംഗ് കൂടെ ആയിക്കോട്ടെ, മലയാളം ടെക്കീസ് ചാനലായിക്കോട്ടെ, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം ആയിക്കോട്ടെ, പല ആൾക്കാരും GeeKBoZൽ നിന്നാണ് അവരുടെ PC ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ഒരു ഷോപ്പാണെങ്കിലല്ലേ എല്ലാവരും അവിടെ പോകാം. ഇവരെയൊക്കെ കണ്ടല്ലേ ഞാനും പോയത്. അപ്പോൾ ഇവരാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായി തുടങ്ങാൻ ഒരു കാരണക്കാരൻ എന്ന് പറയാം. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ കാരണക്കാരൻ ഇവർ പറയാം. ഇവരുടെ സർവീസും കാര്യങ്ങളും ഇവരുടെ പെരുമാറ്റം എനിക്ക് വളരെയേറെ ഇഷ്ടം. എനിക്ക് എൻ്റെ മനസ്സിൽ തൃപ്തകരമായുള്ള സ്പെക്കും കാര്യങ്ങളാണ് എൻ്റെ PC. എനിക്ക് തൃപ്തിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ PC അവർ ബിൽഡ് ചെയ്തതിൻ്റെ PC ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവരെ കുറിച്ച് ഈ അടുത്ത് GeeKBoZ ഓൺ മലയാളം എന്തോ ഡെൽറ്റ ബെഞ്ച് മാർക്കിങ്ങിനെ കുറിച്ച് എന്തോ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, അവരുടെ സർവീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡെൽറ്റ ബെഞ്ച് മാർക്ക് 999 ചാർജ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് എന്തൊക്കെ ഒരു ചെറിയ വിഷയമായി. അതിന് നമ്മുടെ GeeKBoZൻ്റെ വളരെ പ്രശാന്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് ലൈവിലേക്ക് വന്നു, ഭയങ്കര വിഷമിച്ച് ലൈവിലേക്ക് വന്നു. പുള്ളി ഇവിടെ സാധനം മേടിച്ചിട്ട് 2 വർഷത്തോളമായി. പുള്ളി പലരോടത്തും സജസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ ആരും. നമ്മുടെ GeeKBoZ ഓൺ മലയാളത്തിൽ അമ്മൽ. അപ്പോൾ പുള്ളി ഇവിടെ നിന്നാണ് സാധനം മേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഒക്കെ അറിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം ഡെൽറ്റ ബെഞ്ച് മാർക്ക് ഒരു 999 ഒരു കൂടുതലായിട്ട് മേടിക്കുന്നതാണ്, അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ സ്പെക്കിൻ്റെ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 4000 സംതിങ് രൂപയാണ് എൻ്റെ നിന്ന് വാങ്ങിയത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊടുത്തു. ഡെൽറ്റ ബെഞ്ച് മാർക്കിങ് ഒരു പേരിട്ടിട്ടുള്ളൂ. സംഭവം അതിൻ്റെ മാത്രമല്ല പൈസ. നമുക്ക് അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നുണ്ട്. വിൻഡോസിൻ്റെ 10 സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസൊക്കെ അവർ കയറ്റി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കാം ഗെയിംസാണോ അത് തിരുവനന്തപുരം ഭീമാപ്പള്ളി അല്ലെങ്കിൽ കോഴിക്കോട് മിഠായി തെരുവിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗെയിംസ് കയറ്റി തരും. ഇതാണ് വലിയ കാര്യം എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ബെഞ്ച് മാർക്കിങ്, അതായത് നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ ഒരു ഇത്രയോ മണിക്കൂർ അവരിന്ന് നോക്കും. ഞാൻ ഫസ്റ്റ് ചോദിച്ച കാര്യം തന്നെയാണ് ബെഞ്ച്, അതായത് ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ അമ്മയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുന്നേ ബെഞ്ച് മാർക്കിനെ കുറിച്ച് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അവർ എനിക്കതിന് ഉത്തരം തന്നു, ഇനി കുഴപ്പമില്ല. അപ്പോൾ മാത്രം ഇപ്പോൾ അവർ ചാർജ് ചെയ്യണ 1499 ഉണ്ടാവും ബെഞ്ച് മാർക്കിനായിട്ട്. പക്ഷെ അത് അവർ പേരിട്ടു. അത് പേര് ഇപ്പോൾ ഒരാൾക്ക് ഒരു പേരിടണം സ്വന്തം ഇഷ്ടമല്ലേ, വേറെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് മാറ്റാൻ പറ്റും ഇല്ല. പിന്നെ അവരുടെ സർവീസ് ഞാൻ പറഞ്ഞല്ലോ, അത് ലൈഫ് ലോങ്ങാണ് അവരുടെ സർവീസ്. അപ്പോൾ ഗൈസ് ഇതിനൊക്കെ കൂടിയാണ് ഡെൽറ്റ ബെഞ്ച് മാർക്ക് എന്ന പേരിൽ അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഗെയിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അസാസിൻസ് ക്രീഡിൻ്റെ 2-3 പാർട്ടുകൾ, ബാർക്കയുടെ 2-3 പാർട്ടുകൾ, പിന്നെ GTA 5, ഇങ്ങനെ ഒരു 10-12 ഗെയിമാണ് അവർ എനിക്ക് കരുതുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് തന്ന ഏകദേശം ഒരു 70K PC-ക്ക് മാത്രം. ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ കൂട്ടി ഒരു 75-77K ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവർ തന്നു. പിന്നെ അവരെ കുറിച്ച് എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ സാധനം PC നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം 3 ദിവസത്തേക്ക് എനിക്ക് ഈ PC ഇഷ്ടപ്പെട്ടില്ല, ഇത് പോരാന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാം, പൈസയാണ് വേണ്ടെങ്കിൽ പൂർണ്ണമായി ഒരു പൈസ തിരിച്ചു തരും. ഇനി മാത്രമല്ല വേറെ ഒന്ന് ബിൽഡ് ചെയ്ത് തരാം, അതും ബിൽഡ് ചെയ്ത് തരും. പിന്നെ 1 മാസത്തേക്ക് എന്തെങ്കിലും ഒരു പാർട്സ് വേണം. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ 4 GB വെച്ച് അത് പോരാ എനിക്ക് 6 GB വെക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈ 4 GB മാറ്റിയിട്ട് ബാക്കിയുള്ള പൈസ 6 GBക്ക് ബാക്കിയുള്ള എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി, അവർ മാറ്റിത്തരും. ഇതിന് സർവീസ് ചാർജൊക്കെ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ആവശ്യപ്രകാരം ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്റത്തിൻ്റെ ബിൽഡ് വീഡിയോ എനിക്ക് അയച്ചു തരണം, അൺബോക്സിങ്ങിൻ്റെ വീഡിയോ അയച്ചു തരണം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അവർ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് സിസ്റ്റത്തിൽ തന്നെ ഇട്ട് വന്നിരുന്നു. അത് ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ സിസ്റ്റം ബിൽഡ് വീഡിയോ, എൻ്റെ സ്പെക്കും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയല്ല, നിങ്ങൾ GeeKBoZ തന്നെയാണ് സാറിന് സിസ്റ്റം ബിൽഡ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മേടിക്കാവുള്ളൂ, നിർബന്ധിക്കുകയല്ല. നിങ്ങൾ പുതിയൊരു PC ബിൽഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഉള്ള PC അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്കപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മേടിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന NVIDIA സർട്ടിഫൈഡ് ആയിട്ടുള്ള കേരളത്തിലെ 1 ഓഫ് ദ ബെസ്റ്റ് ടെക് ഷോപ്പാണ് GeeKBoZ.
പിന്നെ അവരെ തന്നെ കെയറും മോളുണ്ട്, GeeKBoZന്റെ സർവീസ് സെൻറ്ററും മോളുണ്ട്. അപ്പോൾ GeeKBoZന്റെ ലൊക്കേഷൻ മാപ്പ്, അതിൻ്റെ ലിങ്കും പിന്നെ എൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുമോ, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി എൻ്റെ സിസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പെക്കും കാര്യങ്ങളും അതിൻ്റെ ബിൽഡ് വീഡിയോ ഉൾപ്പെടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ലെറ്റ്സ് സീ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. പിന്നെ മറക്കാതെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഓഫ്.